ഹായ് ഫ്രം ശരണ്യ ഫേസ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഷോർട്സ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ ചെയ്യില്ല. ഞാൻ ലേറ്റ് ആയിപ്പോയി. എനിക്കിത് യോഗ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഇതേനെ സമയം പോയി. എൻ്റെ മുടി ഭയങ്കരമായിട്ട് റഫ് ആവുന്നുണ്ട്. അപ്പം എനിക്കെന്താ പറയാനുള്ളത്, ഞാനിതിൽ കുറേ നേരം വായിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ കരുതി ക്യാമറ എടുത്ത് ഓണാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അതങ്ങ് പറയാമെന്ന് വിചാരിച്ചു. മൺഡേ മറ്റൊരു മൺഡേ വന്നെത്തിയിരിക്കുന്നു. സ്റ്റുഡൻസ് ലൈഫിൽ ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. എനിക്കറിയത്തില്ല, എൻ്റെ അത്ര എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്ന ദിവസം ആവില്ലായിരിക്കാം മൺഡേ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മൺഡേ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നൊരു ദിവസം. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ മൺഡേസ്. ഉണ്ടല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുന്ന അത്ര സുഖമില്ലല്ലോ. നമ്മളെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും എനിക്കുണ്ട്. ലൈക്ക് വിഷമവും കൊണ്ട് ഹാപ്പിയാണ് പോകുന്നത്. പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ സ്കൂളൊക്കെ തുറന്നു എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് പോയിട്ടാണ് എനിക്ക് ഹോം സിക്നെസ് കുറഞ്ഞത്. കാരണം അവിടെ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് സ്പേസ് കിട്ടി. അതെൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി ആയി മാറി. അപ്പം അങ്ങനെയാണ് എനിക്ക് എൻ്റെ വീടായിട്ടുള്ള വീടും അമ്മയും അച്ഛനൊക്കെ ആയിട്ടുള്ള ആ ഒരു ഭയങ്കര ഒരു കുറഞ്ഞ വിഷമം, അല്ലെങ്കിൽ അവരുടെ നിന്ന് പോരുമ്പോഴുള്ള ആ വിഷമം കുറേ കുറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല, അങ്ങനെയാണ്. ശതാബ്ദിയിലൊക്കെ അച്ഛൻ എന്നെ കയറ്റി പോകുമ്പം കോഴിക്കോട് നിന്ന് കാരണാശ്ശേരി പരപ്പനങ്ങാടി വരെ ഞാൻ കണ്ണിങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് ഒരു 6 മാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ എനിക്ക് വിഷമമില്ല. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന സന്തോഷമല്ല, ഞാൻ പോകുന്നത് മറ്റൊരു സ്ഥലം എന്നെ ഹാപ്പി ആക്കുന്ന എൻ്റെ ഒരു ലോകത്തേക്കാണ് ഞാൻ പോണത്. അതുകൊണ്ട് എനിക്കതൊരു വിഷമമില്ലായിരുന്നു. അപ്പം മൺഡേസ്, അപ്പം ഈ സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമല്ലേ, ഞാൻ കരഞ്ഞാലൊന്നും കണക്കില്ല. ഞാനും എൻ്റെ മാത്രം ഞാനും ഭയങ്കര കരച്ചിലാവും. ഏങ്ങി ഞങ്ങൾ കയറി സ്കൂൾ തുറക്കണേ. അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ വെക്കേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ കരയാതെ പോയിട്ടില്ല. കരച്ചിലെന്ന് ശരിക്കും കരച്ചില്ല. പണ്ട് ഞാൻ +2 പഠിക്കുമ്പം പൂജ വെക്കേഷൻ വന്നല്ലോ. പൂജ എടുക്കണമെന്ന് ട്യൂഷൻ തുടങ്ങും. ഞാൻ കണ്ണിന്ന് വെള്ളം ഒഴുക്കി കരഞ്ഞുകൊണ്ടാണ് ഞാൻ +2 പോകണം. എനിക്ക് അത്ര വിഷമമായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ചിലപ്പം എൻ്റെ സ്കൂൾ ഭയങ്കര മോശം അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുള്ള അതുകൊണ്ടാവും. മോശം അനുഭവങ്ങൾ വെച്ചാൽ ഞാൻ അവിടുന്ന് പഠിച്ചു, ലൈക്ക് പഠിക്കാനാണ് സ്കൂള്. പക്ഷേ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്ത് നടക്കേണ്ട സ്ഥലമാണ് സ്കൂൾ. അതെനിക്ക് എൻ്റെ ഒരു സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഭയങ്കര കിടിലനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം മോശമില്ലാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്കൂൾ തുറക്കണ ദിവസം, അതുപോലെ മൺഡേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമേ അല്ലാത്ത ദിവസമായിരുന്നു. ഇഷ്ടമല്ല. ഇപ്പം നമുക്ക് മാറി. സ്റ്റിൽ നമുക്ക് മൺഡേ എന്ന് പറയുമ്പോൾ മൺഡേ എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഓക്കെയാണ്. അതാണ് എനിക്ക് മൺഡേനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ മൺഡേ. ആൻഡ് ഫ്രൈഡേ ആണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസം.